നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറി തയ്യാറാക്കാം. വെള്ളക്കടല വെച്ച് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത അടിപൊളിയായിട്ടുള്ള ഒരു കറി. ഇത് പുട്ടിന്റെ, നൂലപ്പത്തിന്റെ, ചപ്പാത്തിയുടെ, അപ്പത്തിന്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടല ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കറി ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ഇട്ടാലും നല്ലതാണ് കേട്ടോ. അതായത് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി ആയതുകൊണ്ട് കുറച്ച് ചാറും കൂടെ വേണമല്ലോ, അതിന് കണക്കാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരൽപ്പം വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമ്മുടെ കടല നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്, മീഡിയം സവോള. അത് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയ കഷ്ണമാണ് ഇഞ്ചി, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതി, ചെറിയ തക്കാളിയുടെ പകുതി മതി കേട്ടോ, അതും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് വേവിച്ചവരാണെങ്കിൽ ചേർക്കരുത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളക്കട്ടെ. അതായത് നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പുണ്ടല്ലോ, അതൊന്ന് കടലയിലേക്ക് പിടിച്ചോട്ടെ. കടല ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് തക്കാളി ഒഴികെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി. ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല. നല്ലതുപോലെ മിക്സ് ചെയ്യാം. പൊടികളുടെ ആ ഒരു കുത്തുമണക്കൊന്ന് മാറട്ടെ. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കളി ഒന്ന് ചെറുതായിട്ട് വഴങ്ങോട്ടെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.